ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ബുക്കിനെ കുറിച്ചാണ് ഗൈസ്. എൻ്റെ ബുക്കിനെ കുറിച്ച് ഞാൻ തന്നെ പറയുമ്പോൾ അതിൻ്റേതായ വേറെ പരിപാടിയായിട്ട് തോന്നുന്നുണ്ടാവും ഗൈസ്. പക്ഷേ എൻ്റെ ബുക്കിനെ കുറിച്ച് ആൾക്കാർ സംസാരിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണ്ടേ ഗൈസ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണെങ്കിൽ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ എൻ്റെ പുതിയ ബുക്ക് വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഓക്കെ, ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ആയിട്ട് ചെറുതായിട്ടൊക്കെ എഴുതുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം കുറച്ചൊരു ഗ്യാപ്പ് ഇട്ട് നമ്മൾ വീണ്ടും വരികയാണ്. അപ്പോൾ ഈ വരുമ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പൊതുവെ കണ്ടുവരുന്ന പ്രവണതകളിൽ നിന്നും ഒന്നും മാറി നിൽക്കുക, അല്ലെങ്കിൽ യുണീക്ക്നെസ് എന്ന് പറഞ്ഞ സാധനമല്ലോ. അയ്യടാ, കാണാണ്ടോ? ഒരു മിനിറ്റ്, ലൈറ്റ് ഇട്ടിട്ടോ. പേടിയാണല്ലേ. ഫ്രണ്ട് ഫ്ലാഷ്ലൈറ്റ്. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. ഇപ്പം നമ്മൾ എന്താ പറഞ്ഞു, നമ്മൾ സാധാരണ കണ്ട് പരിചയിച്ച ഒരു രീതിയിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അതായത് നമ്മളൊരു ഐഡൻറ്റിറ്റി, നമ്മുടെ ഒരു യുണീക്ക്നെസ് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന സംഗതികൾ അതുപോലെ തന്നെ ചെയ്യുക എന്നുള്ളൊരു സംഗതി അല്ലല്ലോ. അപ്പോൾ എൻ്റെ ലൈഫ് അങ്ങനെയാണ്. അപ്പോൾ പലപ്പോഴും എന്താ വെച്ചാൽ പരീക്ഷണം അത് ഇതൊക്കെ ചെയ്തിട്ട് അവസാനം ഒരു ട്രാപ്പിലേക്ക് പോയി ചാടുമ്പോൾ, അല്ലെങ്കിൽ മുക്ക് കുത്തിക്ക് കിടക്കുമ്പോൾ കൈകാലിട്ടടിക്കുന്ന ഒരവസ്ഥയിലാണ് പലപ്പോഴും അയ്യോ ഇതിങ്ങനെയായിരുന്നു വിചാരിക്കുക. പക്ഷേ ഈ അനുഭവങ്ങളൊക്കെ അടിപൊളിയാണ്, നമ്മുടെ ലൈഫിൽ ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ ഞാനെന്താ പറഞ്ഞു വന്നത്, അപ്പം നമ്മുടെ ബുക്കിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ക്ഷമ ഉണ്ടെങ്കിലാണ് എൻ്റെ വീഡിയോ കാണാൻ പറ്റുള്ളൂ എന്ന് പലരും പറയലുണ്ട്. എനിക്കൊരു ക്രാഫ്റ്റ് സ്റ്റോർ ഉണ്ട് ഗൈസ്. ഞാൻ രാത്രിയും പകലിരുന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഇങ്ങനെയുള്ളതാണ്. അപ്പോൾ അതിൽ കുറേ സാധനങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി ഇതാണ് ഗൈസ്. ഇത് 25 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു ബുൾ ഷേപ്ഡായിട്ടുള്ള ക്രാഫ്റ്റാണ് ഗൈസ്. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇതിപ്പോൾ ഒന്ന് അല്ലെങ്കിൽ രണ്ടെണ്ണമായിട്ട് ഒക്കെ ആയിട്ട് ഇങ്ങനെ ചുമരിൽ ഇങ്ങനെ വെക്കാം, കാണുമ്പോൾ രസമല്ലേ. അപ്പോൾ ആ ഒരു സംഗതിയാണ്. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് വാങ്ങുക. വാട്സപ്പിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലില്ലേ, മുകളിലോ ഞാൻ കമൻറ്റിലിടാം കേട്ടോ, കമൻറ്റിലിടാം വാട്സപ്പ് നമ്പർ. അതിൽ വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ അറിയാൻ സാധിക്കും. പ്ലേ ലിസ്റ്റിൽ രമേഷ് സ്റ്റോർ എന്നുള്ളൊരു സംഗതി ഉണ്ട് യൂട്യൂബ് ചാനലിലെ വീഡിയോസിൽ. രമേഷ് സ്റ്റോർ, രമേഷിൻ്റെ സ്റ്റോർ. അപ്പോൾ അത് നമ്മുടെ സ്റ്റോർ തന്നെ. അപ്പോൾ ഞാൻ എൻ്റെ വലിയൊരു ആഗ്രഹമാണ്, സ്വപ്നമാണ് ഗൈസ് അത്. അപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ പറ്റുകയാണെങ്കിൽ വാങ്ങാൻ. എന്നെപ്പോലുള്ള ചെറിയ യൂട്യൂബേഴ്സിനെ, ചെറിയ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെ, ചെറിയ എൻ്റർപ്രണേഴ്സിനെ, ചെറിയ ആർട്ടിസ്റ്റുകളെ ഒക്കെ, ക്രാഫ്റ്റ് ആളുകളെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളൊക്കെ ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ പുതിയ പുതിയ ഐഡിയകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, അപ്പോൾ ഇതാണ് ഇങ്ങനെ കുറേ സാധനം കേട്ടോ. 15 സെൻറ്റിമീറ്ററിൻ്റെ, 17 സെൻറ്റിമീറ്ററിൻ്റെ, 25-ൻ്റെ, 30-ൻ്റെ ഒക്കെ ഉണ്ട്. ഇത് 25 സെൻറ്റിമീറ്ററിൻ്റെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സംഗതികളുണ്ട്. ഇതൊക്കെ പറ്റുകയാണെങ്കിൽ ഒന്ന് വാങ്ങുകയൊക്കെ ചെയ്യാം, നമ്മളൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, അവിടെ പറഞ്ഞു വന്നത്, അപ്പോൾ എൻ്റെ അടുത്ത പുസ്തകത്തെ ബേസിക്കലി എന്താ വെച്ചാൽ, നമ്മൾ പറഞ്ഞ യുണീക്ക്നെസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, സ്വതസിദ്ധമായ എന്നൊക്കെ പറയുന്ന സംഗതി കണ്ടു. അപ്പോൾ അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ബുക്കും അങ്ങനെ ആയിരിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ മൈൻഡിൽ വിചാരിക്കുന്ന അതേപോലെ തന്നെ നടക്കണം എന്നില്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ കാര്യം എന്ന് വെച്ചാൽ, പറ്റണ പോലെയൊക്കെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലാവണം എന്നുള്ളൊരിത് കൊണ്ടാണ് ഈ ബുക്കെങ്കിലും അങ്ങനെ ആക്കണം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഹാൻഡ് റിട്ടൺ സാധനമായിരിക്കും ബുക്ക്. ഞാൻ കൈകൊണ്ട് ഒരു കുറച്ച് ക്യൂട്ടായ ഒരു നോട്ടിൽ ഇങ്ങനെ എഴുതിയിട്ട്, ആ നോട്ട് ബുക്ക് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ചിത്രമൊക്കെ വരറ്റി ആകെ തക്കട് കുടുകുടുക്കാക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഇത് വാങ്ങാൻ വരുന്ന ആൾക്ക് കൊടുക്കുന്നുണ്ടായിരിക്കുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിത് പ്രിൻ്റ് ചെയ്യുമ്പോൾ ആ പ്രിൻ്റ് ചെയ്യുന്നതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് എൻ്റെ പല കവിതകളും. അപ്പോൾ നിങ്ങൾക്ക് പറയുന്നത് ഇവനെന്താ ഈ ജാട പറയുന്നതാണ്. കാരണം എന്താ വെച്ചാൽ, കുറേ പുച്ഛം പരിഹാസം കേട്ടുകൊണ്ട് ഇടയ്ക്ക് സ്വയം ജാട പറഞ്ഞാൽ ശരിയാവില്ല. സംഭവം എന്താ വെച്ചാൽ, ഈ പ്രിൻ്റ് ചെയ്യുമ്പോൾ ചില സംഗതികൾ ഞാൻ വിചാരിച്ച പോലെ വരില്ല. ഉദാഹരണത്തിന് ഈ കുത്തും കോമി ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഗതി. അതേപോലെ ചിത്രം പോലുള്ള കവിതകളൊക്കെ കയ്യിലുണ്ട്. അങ്ങനെ ചുമ്മാ ചിത്രം വരയ്ക്കല്ല, അത് വേറൊരു രീതിയിലാണ്. അപ്പോൾ അത് പ്രിൻ്റ് ചെയ്യുമ്പോൾ അങ്ങനെ കുറേ വിഷയമുണ്ട് അത്. അപ്പോൾ ഞാനങ്ങോട്ട് ഒരു പേപ്പറിൽ ഇതാണ്ട് എഴുതുകയാണെങ്കിൽ അതിൻ്റെ ഒരു രസം ഉണ്ടായിരിക്കുമല്ലോ. സംഗതി ക്ലിയർ ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം കേട്ടോ. അതിലെ കുഞ്ഞൊരു എക്സാമ്പിൾ കവിത വായിക്കാട്ടോ.
കവിത എന്നല്ല, ഒരു എഴുത്ത്, എൻ്റെ ഒരു ക്രാഫ്റ്റ് വർക്കാണ്, എൻ്റെ ഒരു ആർട്ട് വർക്കാണ് എൻ്റെ ഒരു കവിത പറയണത്. ആളുകൾ കവിത വിളിക്കും, എൻ്റെ ഒരു ആർട്ട് വർക്കാണത്, ക്രാഫ്റ്റ് വർക്ക്. ഞാൻ ഡിസൈൻ ചെയ്തൊരു സാധനം. ഓക്കെ, ഞാൻ അതിൻ്റെ ഫോട്ടോ ഇവിടെ കേട്ടോ സ്ക്രീനിലിടാം, ഞാൻ ഇപ്പോൾ വായിക്കാം. ആകാശത്തെ നക്ഷത്രങ്ങളിലേക്ക് കണ്ണുകൾ എറിയുന്നവർ കണ്ണുകളിലെ നക്ഷത്രങ്ങളെ കാണാതെ പോക്കാണോ എന്നതാണ് തലക്കെട്ട്. ഒരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട് അതിൻ്റെ താഴെ. പറന്ന് 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 പോവണ ഒരു അപ്പൂപ്പൻ താടി, പറന്ന് 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 പോവണ ഒരു അപ്പൂപ്പൻ താടി, രണ്ട് വലിയ സോപ്പ് കുമിളകൾ, വയസ്സായി അതിൻ്റെ രസത്തിൽ സ്വപ്നങ്ങൾ നെയ്യണ ഒരു പാവം പൂമ്പാറ്റ, ഇവരൊരുമിച്ച് കണ്ടുമുട്ടട്ടെ, രണ്ട് കുമിളക്കാലുകൾ, ഒരു അപ്പൂപ്പൻ താടി മെയ്യ്, രണ്ട് പൂമ്പാറ്റ ചിറകുകൾ. ഇത് ഞാൻ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടോ വീണ്ടും വീണ്ടും ഇത് വായിക്കാണ്ടിരുന്നത്. ഓക്കെ, ഇതാണ് സംഭവം. ഈ കവിത ശ്രദ്ധിക്കുക. ഇതിൽ ആ പറന്ന് 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 പോവണമെന്നില്ലേ, ആ പറന്ന് 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 3 വട്ടം ഉപയോഗിക്കുന്നുണ്ട്. ആ പറന്നുള്ളതിലെ ഓരോന്നിലും ആദ്യത്തെ എന്നുള്ളതിലെ പോലെയല്ല രണ്ടാമത്തെ അതായത് പറന്ന് എന്നുള്ളത് ഞാൻ രണ്ടാമത്തെ പറന്ന് പറന്ന്, അപ്പോൾ അതിലൊരു സാധനം കൂടി, ഒരു കുനിപ്പ് കൂടി. മൂന്നാമത്തേൽ പറന്ന് 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 പോവണ, അവസാനത്തെ പറന്ന് എന്ന് പറയുന്ന സാധനത്തിൽ വീണ്ടും ഒരു കുനിപ്പ് കൂടി. അപ്പോൾ അത് എനിക്ക് ഇങ്ങനെയുള്ള കുറേ സംഗതികൾ പ്രിൻറ്റ് ചെയ്യുമ്പോൾ കുറേ ഇടങ്ങേറുണ്ടാവും. അപ്പോൾ ഞാനതിൻ്റെ എഴുതുകയാണെങ്കിൽ സംഭവം അടിപൊളിയാവുമല്ലോ. പിന്നെ എഴുതുക മാത്രമല്ല, അതിന് വേറെ കുറച്ച് സാധനം കൂടി വേണം. നമ്മൾ പോയട്രി ഇൻസ്റ്റലേഷൻസിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, നമുക്ക് അറിയണ്ടായിരിക്കും. അപ്പോൾ ഈ എങ്ങനെയുള്ള കുറേ ഒരു സാധനത്തിന് സാധ്യതകൾ ഇട്ട് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന, എന്താ പിന്നെ പറയുക, ഒരു കുത്തിത്തിരിപ്പ് പരിപാടിയാണിത്. ഞാനിത് ഇങ്ങനെ ഹാൻഡ് റിട്ടൺ രീതിയിലാക്കാമെന്ന് വിചാരിക്കണം. അതുമാത്രമല്ല, വേറൊരു കവിത ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട്, പലതിനും തലക്കെട്ടൊന്നുമില്ല കേട്ടോ, അത് വേറെ കാര്യം. ഒരു തലക്കെട്ടാണോ അല്ലേന്നും കൂടി മനസ്സിലാവാത്ത ചില സാധനങ്ങളുണ്ട്. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട്, ഇടത് വലത് ചിറകുകൾ മുമ്പിലും പിമ്പിലുമായാൽ പക്ഷിക്ക് സംഭവിക്കുന്നത് എന്ത്? ഇതിലവസ്ഥ എന്ന് വെച്ചാൽ ഇതൊരു പക്ഷിയുടെ രീതിയിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. കണ്ടൊരു പക്ഷിയാ തോന്നും. അപ്പോൾ അതിലേക്ക് പ്രിൻ്റ് ചെയ്യണേക്കെ കൂടുതൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ സാധനം അങ്ങനെ ചിത്രം വരച്ച് വെക്കണം. അതേപോലെ ആനയും ഉറുമ്പും ഒരു ആനക്കളി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ആനയുടെയും ഉറുമ്പിൻ്റെയും ഇതൊക്കെ അവസാനം എല്ലാം കൂടി ഒരു കുഴഞ്ഞു മറിഞ്ഞൊരു സാധനമാവും. അതെന്താ വെച്ചാൽ, അതേപോലെ വേറെ കുറേ സാധനമുണ്ട്. ഉമ്പ എന്നാണ് കവിതയുടെ പേര്. ഉമ്പ പമ്പരത്തിലെ ഉമ്പ. അതും ഇങ്ങനെയൊക്കെ ആയിട്ട് പോകുന്ന ഒരു സാധനമൊക്കെയാണ്. അല്ലെ പൂച്ചയുടെ പോലെ, കണ്ട പൂച്ചയെ തോന്നും, അതുപോലെയുള്ള ഒരു കവിതയുടെ ഒരു ഭാഗമുണ്ട്. ഒരു കവിത ഉണ്ട്, ആ കവിതയിലെ ഒരു ഭാഗം പ്രത്യേക ഭാഗത്തെത്തുമ്പോൾ അത് പൂച്ചേനെ പോലെയാണ്. അപ്പോൾ അത് എനിക്ക് പ്രിൻറ്റ് ചെയ്യുമ്പോൾ പ്രശ്നമാണ്, കാരണം ആ സ്പേസിംഗ് ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനത് എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ശരിയാവുമല്ലോ. അതാണ് ഉദ്ദേശിക്കുന്നത് ഗൈസ്. അപ്പോൾ പിന്നെ കുറച്ചുകൂടി ജൈവികമായ ഒരു സംഗതി നമുക്ക് തോന്നുമല്ലോ, അതൊക്കെയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെ കുറച്ച് കവിതകൾ, ഇപ്പോൾ കുറച്ച് കവിതകൾ വായിക്കുക ഗൈസ്. നമ്മൾ സാധാരണ കണ്ടുപരിചയിച്ച് നിന്ന് ജാട കവിതകളിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറൻ്റായ സാധനമായിരിക്കും, അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ രീതിയിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറൻ്റായ സാധനമായിരിക്കും കേട്ടോ. അങ്ങനെ ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. പല രീതിയിലുള്ള സാധനങ്ങളുണ്ട്. ഇതൊരു അനുഭവമായിരിക്കും നിങ്ങൾക്ക്, അതിലൊരു സംശയമൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തുകൊണ്ടത് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വിചാരിച്ചൊരു പരിഗണന എനിക്ക് ഈ പുസ്തകത്തിന് കിട്ടിയിട്ടില്ല. എൻ്റെ എഴുത്തുകൾക്ക്, എൻ്റെ ചിന്തകൾക്കും കിട്ടിയില്ല. നമ്മൾ എത്രയോ കാലം പണി വിട്ടിട്ടാണ് ഇത് എഴുതിയത്. പലരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ഇത് ചുമ്മാ അനുഭവങ്ങൾ മാത്രമല്ല, ഈ വികാരം മാത്രമല്ല, ഇതും വെച്ചിട്ട് നല്ല കളിയിൽ കളിക്കുന്നുണ്ട്. പക്ഷേ ആരും അതിനെക്കുറിച്ച് അങ്ങനെ രീതി സംസാരിക്കുന്നത് കണ്ടില്ല. അപ്പോൾ എനിക്കിത് പല രീതിയിലുള്ള ആളുകളിലേക്ക് ഇത് എത്തിക്കണം എന്നുണ്ട്. അവരുടെ ഒരു രീതി, അവർക്ക് എന്താണോ ഇതിൽ സംസാരിക്കാനുള്ളത്, അവരുടെ ഒരു അഭിപ്രായം കൂടി ചേർത്തിട്ട് അങ്ങനെ ഒരു വലിയൊരു സാധനമായിട്ടൊക്കെ ചെയ്യണം എന്നൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. അതേപോലെ ഒരു തവളയുടെ ഷേപ്പിൽ ഈ ബുക്കിനെ പബ്ലിഷ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, തവളയുടെ ഷേപ്പിലൊക്കെ. അപ്പോൾ പ്രാക്ടിക്കലി അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിലിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു സംഗതിയാണ്, മലയാളത്തിൽ ഇംഗ്ലീഷിലും ഒക്കെ. അപ്പോൾ ഈ മലയാളത്തിൽ എനിക്കിത് വിടാൻ പറ്റില്ല. അപ്പോൾ ഇനി ചെയ്യണത് കുറച്ച് അടിപൊളിയായിട്ട് ചെയ്യണമെന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണിത്. ഞാനിപ്പോൾ നേരത്തെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് എല്ലാം പറഞ്ഞാൽ ശരിയാവില്ല. ഞാനൊരു ചെറിയൊരു സംഗതി പറയാം കേട്ടോ. ഇപ്പോൾ എന്താ പേര് പറയുക, ലുട്ടാപ്പിയുടെ ആദിരാത്രി എന്ന പേരുള്ള ഒരു കവിത ഉണ്ടല്ലേ, ലുട്ടാപ്പിയുടെ ആദിരാത്രി. ഉത്തരവാദിത്വം ഇല്ലാത്ത ലുട്ടാപ്പീനെ ഉത്തരവാദിത്വം ഉണ്ടാകാൻ വേണ്ടി കല്യാണം കഴിപ്പിച്ച് വിടുന്നതാണ് ലുട്ടാപ്പിയുടെ ആദിരാത്രി. ഇന്ന് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ലുട്ടാപ്പി എന്നാണ് വിളിച്ചിരുന്നത്. ഇതാരത്ത് ഒരു മിനിറ്റ് കേട്ടോ, എനിക്ക് മെസ്സേജ് വരുന്നു. അവിടേക്ക് മെസ്സേജ് വന്ന കേസ്. അപ്പോൾ നമ്മൾ പറയുന്നത് ലുട്ടാപ്പിയുടെ ആദിരാത്രി എന്നൊരു കവിതയൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ ലുട്ടാപ്പിനെ കുറിച്ചുള്ള വേറൊരു ഇതുണ്ട്. അത് കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതെന്നൊക്കെ നമുക്ക് തോന്നും. അല്ല, കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമേ എഴുതിയൊരു സംഗതി അല്ലത്. അതേപോലെ കുറച്ച് സീരിയസ് മൈൻഡായ കുറേ സംഗതി ഉണ്ട്. ഞാനൊരു ആത്മഹത്യയുടെയൊക്കെ ഒരു വക്കിലെത്തി നിൽക്കുന്ന സമയത്ത് ഞാൻ എഴുതിയുള്ള ആ ഒരു രീതിയിലുള്ള കുറച്ച് സാധനങ്ങളും ഒക്കെ ഉണ്ട്. പല വൈബുള്ള സംഗതിയാണ്.
വയലൻസ് ഉള്ളത് അങ്ങനെയല്ല, വേറെ വയലൻസ് ഉള്ളതും ഉണ്ട് കേട്ടോ. അതിൽ കുറച്ച് ഈസ്തറ്റിക് സെൻസുള്ള രീതിയിലുള്ള കുറച്ച് സംഗതികളുണ്ട്. എൻ്റെ പ്രണയം അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് സംഗതികളുണ്ട്. നമ്മൾ മനസ്സ് തുറന്ന് ചിരിക്കാവുന്ന രീതിയിലുള്ള കവിതകളുണ്ട്. ഒരു ബഷീറിയൻ ലെവലിലുള്ള ഒരു കവിതകളൊക്കെ ഇതിലുണ്ട് ആടിനെ കുറിച്ചിട്ട്. അങ്ങനെ എൻ്റെ വീട്ടിലൊരു ആടുണ്ടായിരുന്നു, അങ്ങനെ എന്തോ ഒരു സാധനമാണ്. നോക്കട്ടെ കേട്ടോ, മുമ്പ് എഴുതി വെച്ചാട്ടോ, പലതും ഇപ്പോൾ എഴുതിയാണ്, പലതും മുമ്പ് എഴുതിയതുമാണ്. അപ്പോൾ എങ്ങനെ എവിടെ ഇത്, അതേപോലെ ലോകത്ത് ഉള്ള വിഭാഗീയതയെ കുറിച്ചിട്ടൊക്കെ കുറച്ച് വേറെ രീതിയിലൊക്കെ ഒരു സാധനം. അതുപോലെ ഐൻസ്റ്റീനെ കുറിച്ചിട്ടുള്ള ഒരു സംഗതി, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. ആടിനെ കുറിച്ചുള്ള സംഗതി പറയണേ. ടൈറ്റിലൊന്നുമില്ല കേട്ടോ, ടൈറ്റിൽ ഒന്ന് വേണമെങ്കിൽ ഇടാം. അങ്ങനെ ചെറുപ്പത്തിൽ വീട്ടിലൊരാടുണ്ടായിരുന്നു, ഫുട്ബോൾ വയറിലും രണ്ടിടങ്ങഴി കഞ്ഞി മോന്തൽ, മ്രയ നേമ്പക്കം വിടൽ, കാല് പൊക്കി ഗുസ്തി കാട്ടൽ, ആയമ്മൻ്റെ ഇമ്പോർട്ടൻ്റ് പണികൾ എന്ന് വെച്ചാൽ ആയമ്മൻ്റെ ഇമ്പോർട്ടൻ്റ് പണികൾ, തക്കം കിട്ടിയാൽ കെട്ടുപൊട്ടിക്കൽ, തെക്കുവടക്ക് തിത്തയിലാത്തൽ, ചാരപ്പാത്രം തട്ടിമറിക്കൽ, അടുക്കള വീതനയിൽ ഉണക്കമീൻ കക്കൽ, കുഞ്ഞു കുട്ടികളുടെ റബ്ബർ പല്ലിയ വിഴുങ്ങൽ, അമർത്തി നോക്കിയാൽ ngേ മറൽ, പകരത്തിന് പൂസായി ആക്റ്റൽ, മേപ്പിട് നോക്കി കോക്കറി കാട്ടൽ, ആളെ നോക്കി മൂത്രമൊഴിക്കൽ, ആയമ്മനെക്കുറിച്ചുള്ള ആദ്യ ഓർമ്മകൾ. ഞാൻ അത് ടൈപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തുള്ള പ്രിൻ്റ് ചെയ്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ ആദ്യ ഓർമ്മകൾ എന്നൊക്കെയുള്ള സാധനം ഓർമ്മകൾ എന്നാക്കി സ്റ്റാൻഡേർഡൈസ്ഡ് ആക്കാനുള്ള ശ്രമം പലരും, സോ കോൾഡ് സ്റ്റാൻഡേർഡൈസ്ഡ് ശ്രമം പലരും ചെയ്യും. അത് അവർ പറഞ്ഞിട്ട് തരില്ല അവർ. അപ്പോൾ എൻ്റെത് എന്തോ പ്രിൻറ്റിങ് എൻ്റെ മിസ്റ്റേക്കായിട്ടൊക്കെ അവർ തോന്നുന്നു. അല്ല, ഇതൊരു തനത് ശൈലി എനിക്ക് തോന്നുന്ന ഒരു വേറൊരു സാധനത്തിൽ ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സാധനം. ഇങ്ങനെയൊക്കെ ഉണ്ട്. അതേപോലെ ചിലതിൽ എനിക്ക് 4 വരിയൊക്കെ തലക്കെട്ടായിട്ടുണ്ടാവുക, അതിൻ്റെ താഴെ 1 വരിയായിരിക്കും കവിതയുടെ വരി ഉണ്ടാവുക, ബാക്കി 4 വരിയും തലക്കെട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അതങ്ങനെ തന്നെ വരണം. അല്ലെ പെണ്ണും പനിപ്പേടി എന്നുള്ളൊരിതുണ്ട്. പനി പിടിക്കണ സമയത്ത് നമ്മൾ അത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സംഗതിയാണ്. ചിലവർക്കത് ഊളത്തരായിട്ടൊക്കെ തോന്നും, പക്ഷെ അങ്ങനെ ഒരു സാധനമാണ്. അതായത് ഞാൻ വായിക്കട്ടെ, സംഭവം കുറച്ച് ഇതാണ് കേട്ടോ. എന്നാലും പെണ്ണും പനിപ്പേടിയും പണ്ടെങ്ങാണ്ട് എഴുതിയതാണ് കേട്ടോ. പെണ്ണും പനിപ്പേടിയും. പനി പിടിക്കുമ്പോഴാണ് എല്ലാ തരത്തിലുള്ള ധൈര്യവും ചോർന്നു പോണത്. ആളുമ്മളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ തോന്നും. ഇങ്ങും പോക്കി പിടിച്ച് കിടക്കുമ്പോൾ കാക്കയും പൂച്ചൊന്നും കൊണ്ടുപോവില്ല എന്നൊരു ഫീലാണ്. ഇങ്ങും നിൽക്കുമ്പോൾ ചെരിഞ്ഞ് കിടന്ന് പെണ്ണുറങ്ങുമ്പോൾ നെറ്റിയിലെ തുണിയൊക്കെ പൊക്കി നമ്മളിങ്ങനെ എത്തി നോക്കും, കണ്ണടച്ചിക്കണോ ഓള് എന്ന്. മുണ്ടാണ്ട് കുമന്ന് മേപ്പിട്ട് നോക്കി ചിന്തിച്ച് കിടക്കും. മുണ്ടാണ്ട് കുമന്ന് എന്നാണ് കേട്ടോ, 2 കുമ്മില്ല. മുണ്ടാണ്ട് കുമന്ന് മേപ്പിട്ട് നോക്കി ചിന്തിച്ച് കിടക്കും. ബോറടിച്ച് ചൂണ്ടാണി വിരലോണ്ട് ട്രിണീന്ന് അമ്മിഞ്ഞ മുട്ടിൽ തട്ടും. ഉറങ്ങന്നല്ലേ എന്ന് ഉറപ്പ് വരുത്താൻ എത്തി എന്നെ നോക്കും. മോന്തയിൽ ഇങ്ങനെ നോക്കി പിശുന്ന് വിരലറ്റം മൂക്ക് തലപ്പിൽ ദോശ പരത്തും. നോക്കി കിടക്കും. എത്ര ധൈര്യം നിറച്ചാലും കാര്യമില്ല, പനി വന്ന ആൾ പോവും. ഇതാണ് കവിത. പിന്നെ വേറെ സണ്ട് ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ അപ്പുക്കിളിയില്ലേ, അപ്പുക്കിളി, ഒവീജിൻ്റെ അപ്പുക്കിളിയില്ലേ, ഒവീജിൻ്റെ അല്ല നമ്മുടെ എല്ലാവരും അപ്പുക്കിളിയും അതേപോലെ ആബിദയും തമ്മിൽ അവർ ലവായിട്ട് അവരിലായിട്ടല്ല, അവരൊരു ലവ് ലെറ്റർ ഉണ്ട്. അപ്പുക്കിളി ആബിദൊക്കെ എഴുതുന്നുണ്ട്. അപ്പുക്കിളി എന്ന് പറഞ്ഞാൽ നിയർലി ഇല്ലിറ്ററേറ്റായ ഒരാളല്ലേ, അവങ്ങനെ പഠിക്കാൻ ശ്രമിക്കുകയാണ് അക്ഷരങ്ങൾ വാക്കുകളൊക്കെ. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ നമ്മൾ അത് വെച്ചിട്ടാണ് അവൻ ഒരു ലവ് ലെറ്റർ എങ്ങനെയാണ് എഴുതുന്നുണ്ടാവുക എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അതിൽ ആ ലവ് ലെറ്റർ എഴുതിയിട്ട് ലവ് ലെറ്ററിൻ്റെ പകുതിയിലധികം ചെതൽ കാർന്നു നിന്നിട്ട് ബാക്കിയുള്ള സംഗതികളാണ് എന്ത് വരുന്നത് ലവ് ലെറ്ററിൽ ഉള്ളത്. അപ്പോൾ അതാണ് ഒരു കവിതയുടെ രൂപത്തിൽ, ഒരു റൈറ്റിങ്ങിൻ്റെ രൂപത്തിൽ അതിലുള്ളത്. അപ്പുക്കിളി ആബിദൊക്കെ എഴുതിയ കത്ത് പാതിയിലധികവും ചിതൽ തിന്നുപോയി ബാക്കി വന്നത് പറഞ്ഞിട്ടൊരു സംഗതി. അപ്പോൾ ഇതിൻ്റെ ഒരു കോൺഫിഡൻസ് എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു സാധനം മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല, എന്തായാലും ഉണ്ടായിട്ടുണ്ടാവില്ല. ഞാൻ വായിച്ചാലൊന്നും അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ഇതിനിടയ്ക്ക് വല്ലതും സംഭവിച്ചോന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് ഈ സാധനമൊക്കെ ആ ഒരു രീതിയിൽ ചർച്ച ചെയ്യപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് ഗൈസ്. അപ്പോൾ അതിനിടെ ഒരു സപ്പോർട്ട്. എനിക്കിത് എങ്ങനെ ഇത് പുറത്ത് കൊണ്ടുവരാമെന്നൊക്കെ ഡൗട്ടുണ്ട്. ഞാൻ ഇപ്പോൾ 2 കലിപ്പ് ചെയ്യാണ്. പിന്നെ എൻ്റെ കയ്യിൽ കാശുമില്ല. പിന്നെ ഞാൻ കുറേ പുച്ഛം പരിഹാസം കുറേ കേട്ടിട്ടുണ്ട്, ഞാൻ ഉപയോഗിക്കുന്ന ഭാഷ സ്റ്റാൻഡേർഡ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതെന്താ കാരണം എന്ന് വെച്ചാൽ, ഇത് താങ്കൾ എങ്ങോട്ട് പോകുന്നു, നിങ്ങളിങ്ങടെ പോണത്, ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ പറയുന്നുണ്ടാവുക. അപ്പം ഞാൻ ഇത് തന്നെ എങ്ങനെ ഒരു ശൈലിയായിട്ട് കൊണ്ടുവരിക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിനാണ് ആളുകൾ പരിഹസിക്കുകയൊക്കെ ചെയ്യുന്നത് പലരും. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് നമ്മൾ പോയി കിടക്കുന്ന സമയത്ത് കേൾക്കുമ്പോഴേ ഇതൊരു റെബല്യനും കൂടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കൂടി എടുക്കുക എന്നെഴുതി. നിങ്ങളിനെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണമെന്നല്ല, എന്നെപ്പോലെ ചെറിയ കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുക. ഇത് പലർക്കും ഇൻസ്പിറേഷൻ ആവുമെന്ന് തോന്നുന്നു. പിന്നെ കവിത കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട്. എൻ്റെ എഴുത്തുകൾ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. ഒരാൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഐ ബി എന്താ പറയുക, താങ്ക്ഫുൾ ടു യു. എങ്ങനെ ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ കാണാനും കൂടി വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് അത്. പിന്നെ ഇതിൽ
വേറെ കുറേ സാധനം എനിക്ക് ഈ ഡീകൺസ്ട്രക്ഷൻ ഡെറിഡിയൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ രീതിയിൽ ഇന്നത്തെ വിഭാഗതിയെ കുറിച്ചുള്ള ഒരു സംഗതിയൊക്കെ ഇതിലുണ്ട്. പിന്നെ കുറേ കട്ടിയുള്ള രീതിയിലുള്ള കവിതകളൊക്കെ ഉണ്ട്. ലുട്ടാപ്പിയുടെ ആദ്യരാത്രി വരുന്നുണ്ട്, കുറേ ഉണ്ട് കേട്ടോ, എല്ലാം ഞാൻ ഇവിടെ വായിക്കണില്ല. പിന്നെ എനിക്ക് വിഷ്വൽ സാധനങ്ങളാണ് കൂടുതലും വരിക, അപ്പോൾ അത് വിഷ്വൽ രീതിയിൽ വേണം അവതരിപ്പിക്കാൻ, അപ്പോൾ അങ്ങനെയുള്ള സാധനമാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് സംഗതികളൊക്കെ ഉണ്ട്. പിന്നെ ലുട്ടാപ്പി പാട്ട് പറഞ്ഞിട്ട് സാധനമുണ്ട്. ലുട്ടാപ്പിയുമായി ബന്ധപ്പെട്ടുള്ള സാധനമാണ്. ടിട്ട് എന്നിങ്ങനെ അതിലിങ്ങനെ വരുന്നുണ്ടാവുക ആവർത്തിച്ചിട്ട്, അങ്ങനെ സാധനം പേടിത്തൊണ്ടാൻ ലുട്ടാപ്പീനെ മാമുടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സമയത്തുള്ള ഒരു സംഗതി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഗൈസ് ഏകദേശം ഉള്ളത്. അപ്പോൾ കുറച്ച് ക്യൂട്ടായിട്ടൊരു കുഞ്ഞ് ബുക്കിൽ ഈ സാധനം ഇങ്ങനെ കൈപ്പടയിൽ എഴുതിയിട്ട് പറ്റുകയാണെങ്കിൽ തവളയുടെയൊക്കെ ചിത്രമൊക്കെ വരച്ച് നോക്കട്ടെ എന്താ അവസ്ഥ. എന്താ നോട്ട്ബുക്കിൽ എൻ്റെ കൈപ്പടയിൽ എഴുതിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. വില കേട്ട ചിലപ്പോൾ നിങ്ങൾ ഞെട്ടുണ്ടായിരിക്കും, പക്ഷേ എനിക്കിത് ഇത് പണിയുണ്ട്, ഇത് എഴുതിൻ്റെയൊക്കെ പണിയുണ്ട്. നമ്മൾ ചുമ്മാ പ്രിൻ്റ് എടുത്താൽ അത് ശരിയാവണമെന്നില്ല, ശരിയാവില്ല. ഞാൻ കുറേ ട്രൈ ചെയ്താണ്. അതേപോലെ ഫോട്ടോസ്റ്റാറ്റ് ആക്കുകയാണെങ്കിൽ അവസ്ഥ എന്താ വെച്ചാൽ അതിൽ കുറേ ഡോട്ടും അതും ഇതൊക്കെ വരുമ്പോൾ അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ കുറേ പേപ്പർ വേസ്റ്റ് ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ കൈകൊണ്ട് എഴുതാൻ വിചാരിച്ചു, നോക്കട്ടെ എന്താ അവസ്ഥ. ഒരു ചിത്രമൊക്കെ വരച്ച് ക്യൂട്ടാക്കിയിട്ട് സാധനം ആക്കാമെന്ന് വിചാരിക്കണത്. നോക്കട്ടെ. അതായത് നമ്മളൊരു ഡയറി വായിക്കണ പോലെ ഒരു പുസ്തകം എങ്ങനെ വായിച്ചു പോവാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അറിയില്ല, ഞാൻ അത്രയും വൾണറബിളായിരിക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ എഴുതിയ സാധനങ്ങളൊക്കെയാണ്. പലതും ഇതുവരെ പുറത്ത് കാണിക്കാത്ത സാധനങ്ങളൊക്കെ അതിലുണ്ടായിരിക്കും. 500 രൂപയാണ് ഗൈസ് വില, 500 രൂപയാണ്. നിങ്ങൾ സാഹിത്യത്തെ, വ്യക്തിത്വത്തെ, മനുഷ്യത്വത്തെ, അതേപോലെ തന്നെ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന കലാകാരനെ, എഴുത്തുകാരനെ, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് ഈ സാഹിത്യത്തിൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുള്ള ആ ഒരു വികാരത്തേക്ക് മാനിക്കുന്നുണ്ടെങ്കിൽ ദയവ് ഇതിനെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഞാൻ ജീവിതത്തിൽ ഏറ്റവും പോയി കേൾക്കുന്ന സ്റ്റേജാണ്. അപ്പോൾ എൻ്റെ അടുത്തൊരു ക്രാഫ്റ്റ് സ്റ്റോറുണ്ട്. എൻ്റെ അടുത്തല്ല, നമ്മുടെ ഒരു ക്രാഫ്റ്റ് സ്റ്റോറുണ്ട്. എൻ്റെ വലിയൊരു ആഗ്രഹം ഒരു ക്രാഫ്റ്റ് സ്റ്റോർ ഡിസൈനർ ആവണം, കുറേ യാത്ര ചെയ്യണം, ഇതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ചെയ്യണം, PhD ചെയ്യണം, പുസ്തകങ്ങൾ എഴുതണം, മലയാളത്തിൽ ഇംഗ്ലീഷിനൊക്കെ ആ ഭാഷയിൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നൊക്കെ സംഗതി. അപ്പോൾ ഞാനത് കുറച്ച് കാലം ഇങ്ങനെ വെയിറ്റ് ചെയ്തു, ആളുകൾ ആരെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും എഴുതുന്നുണ്ടോ പറയുന്നുണ്ടോ എന്നൊക്കെ. പിന്നെ വെച്ചു എന്നാൽ ഞാൻ തന്നെ പണിയെടുക്കുക കാര്യം. അപ്പോൾ അതിൻ്റെ ഒരു ഇതും കൂടിയാണ് ഗൈസ് ഇത്. അപ്പോൾ അധിക പ്രസംഗമാണെങ്കിൽ ക്ഷമിക്കണം. ഇത് നമ്മൾ എൻ്റെ ഒരു സന്തോഷത്തിന് കൂടി വേണ്ടി ചെയ്യുന്ന ഒരു സംഗതിയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കവിതകൾ വായിക്കണം തോന്നുകയാണെങ്കിൽ, എൻ്റെ എഴുത്തുകൾ വായിക്കണം തോന്നുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാനൊരു കലാകാരനെ സപ്പോർട്ട് ചെയ്യണമെന്നോ, മലയാള ഭാഷയിൽ, മലയാള സാഹിത്യത്തിൽ വരുന്ന പുതിയ ട്രെൻഡുകളെ അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാത്ത ട്രെൻഡുകളെ അറിയണമെന്നോ അതിൽ ഇടപെടണമെന്ന് തോന്നുകയാണെങ്കിൽ പറ്റുകയാണെങ്കിൽ വാങ്ങാൻ ഡയറക്റ്റ് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ആ വാട്സപ്പ് നമ്പർ ഞാനിവിടെ നിങ്ങൾ ഈ യൂട്യൂബ് ചാനലിൻ്റെ ഇവിടെ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ കാണും, ഇത് ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ അവിടെ നിന്ന് പോവുക. രമേഷ് CP പോഡ്കാസ്റ്റ് എന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്, രമേഷ് CP പോഡ്കാസ്റ്റ് S. ഓക്കെ, അപ്പോൾ അതിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ വരും 8848354575. അപ്പോൾ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ സംഗതികൾക്ക് പറയുക. അതേപോലെ നിങ്ങൾക്ക് ഇന്നെ ബുക്ക് വാങ്ങിയിട്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 500 രൂപ ഗൂഗിൾ പേ ചെയ്തിട്ട് ആദ്യം വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. എന്നിട്ട് ബുക്കിൻ്റെ കാര്യങ്ങൾക്ക് പറയുക ഇത് ബുക്കിനാണ് എന്നുള്ള സംഗതി. എന്നിട്ട് 500 രൂപയാണ് ഗൂഗിൾ പേ ചെയ്യേണ്ടത് ഗൈസ്. അതേപോലെ തന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഗൈസ്, ഞാൻ എന്തോട് പറഞ്ഞത്, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ, എൻ്റെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ 1 രൂപയെങ്കിൽ 1 രൂപയെന്ന് ഗൂഗിൾ പേ ചെയ്യാം ശ്രമിക്കുക ഗൈസ്. അതെനിക്ക് ഒരുപാട് മോട്ടിവേഷൻ ആയിരിക്കും മുന്നോട്ടുള്ള സംഗതികൾക്കൊക്കെ. കുറച്ചുകൂടി വലിയ സ്കെയിലിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ലോക്ക്ഡായി പോയി തോന്നുന്നു ഗൈസ്. അപ്പോൾ ആ സമയത്തുള്ള ഉയർത്തെഴുന്നേൽപ്പാണ്. പ്ലീസ് സപ്പോർട്ട് മീ ഇഫ് യു ലൈക്ക് ടു ഡു സോ. താങ്ക് യു, ബൈ.